ഞാൻ എന്തെങ്കിലും പറയണ്ടെങ്കിലേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ആയിരിക്കില്ല, റെക്കോർഡ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് വെറുതേക്ക് പറയില്ല, അത് അർത്ഥവത്തായിട്ട് തന്നെ പറയുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാം പറഞ്ഞത് ഉൾച്ചേർക്കണമെന്നില്ല, മെയിൻ പോയിൻറ്റ്സ് തന്നെ പറയുള്ളൂ. യേശുവിനെ വരെ നിങ്ങൾ പരിശുദ്ധൻ എന്ന് പറയണല്ലേ, പരിശുദ്ധ യേശുവ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായില്ല. കന്യകയാണോ നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്? അല്ല. അപ്പോൾ കന്യക എന്ന് പറയുന്നത്, കന്യകയിൽ നിന്ന് റോമൻസ് ഉണ്ടായിട്ട് ഔസേപ്പിതാവ് എന്ന് പറയാനുള്ള കുറച്ച് കൂടി പോകും. അപ്പോൾ ഔസേപ്പിൽ നിന്ന് കുറേ 7 മക്കളുണ്ടായിട്ടുണ്ട് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് മക്കളുണ്ടായി. അപ്പോൾ അതിൻ്റെ കന്യകയാണോ ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തത്? കന്യകയെ ഇതിനെ ആരാധിക്കണം, സാക്രിഫൈസ് ചെയ്തു. ആ സിറ്റുവേഷൻ കാണാം. അപ്പോൾ ജീവനുള്ള ദൈവം മാത്രം പരിശുദ്ധൻ എന്നുള്ളൂ അല്ലേ? ഏക മഹാപുരോഹിതൻ, ഏക മധ്യസ്ഥൻ. അപ്പോൾ കുറേ മധ്യസ്ഥന്മാരെയും പാതിരികളെയും കന്യാസ്ത്രീകളെയും നിങ്ങൾ റോമൻ കാത്തലിക്സ്, റോമൻ കാത്തലിക്സ് എന്ന് പറഞ്ഞ് നടക്കണവർ, ഗ്ലീഷ പോലെയുള്ളവർ ബാപ്റ്റിസം ചെയ്യണമെന്ന് പറഞ്ഞാൽ, മുങ്ങി നിവരണമെന്ന് പറഞ്ഞാൽ അവർ നേരെ പോയി ഇല്ലാണ്ടാവും. അതാണ് നിങ്ങളെ അരുന്ന് കൂട്ടി വാങ്ങി കിടക്കാമെന്ന് പറയുന്നത്. നിങ്ങളുടെ വിഡ്ഢിത്തം നിങ്ങളെ കൊണ്ട് അരുന്ന് കൂട്ടി വാങ്ങിപ്പിക്കും. നിങ്ങളുടെ അറിവില്ലായ്മ, നിങ്ങളുടെ പകുതി വിശ്വാസം, അല്പവിശ്വാസം, അറിവില്ലായ്മ ഏറ്റവും വലിയ തെറ്റാണെന്ന്, ഇഗ്നോറൻസ് ഇസ് എ മിസ്റ്റേക്ക് എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിവില്ലായ്മ. അപ്പോൾ യേശുവയ്ക്ക് അറിയാം റോമൻസ് ചെയ്യുന്നത് വളരെ തെറ്റാണെന്ന്. തെറ്റിലൂടെ നീങ്ങണം. അത് കളവ് നിങ്ങളുടെ വീട്ടിൽ തന്നെ വരണേ. നിങ്ങൾ തന്നെ നാണം കെട്ട രീതിയിലാവണേ. നാണം കെട്ടിട്ടും വളഞ്ഞ് ചിരിച്ചിരിക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ? നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തെറ്റ്, എന്നിട്ട് മാറാൻ നോക്ക്. നിങ്ങൾ തൂറിയ പോലത്തെ മോന്തയാണ്, അത് മാറ്റാൻ നോക്ക്. ഈ തൂറിയ മോന്തയും പിടിച്ച് എല്ലാ സൺഡേയും യേശു വന്ന കാര്യം ഇനി വരണേ എന്ന് പറഞ്ഞാൽ വേറെ കുറവ് വന്നുകൊണ്ടിരിക്കുകയോ? നിങ്ങൾക്ക് നാണാവല്ലോ. അല്പവിശ്വാസം, നിങ്ങളുടെ അറിവില്ലായ്മ, നിങ്ങളുടെ തെറ്റ്, നിങ്ങൾ വലിയൊരു കുഴിയിലേക്ക് തന്നെ ചാടിക്കാൻ കൊണ്ടുപോകണേ. അതുപോലെ കൊറോണ സമയത്ത് എല്ലാത്തിനും കുഴിയിൽ ചാടിച്ചുകൊണ്ടിരിക്കണത് കണ്ടു നീ. കുഴി ചാടരുത്, അത് മാറി വെഡിച്ചത് മാറാനാ പറയണേ അല്ല ഞാൻ അത് പറഞ്ഞു. ഏതെങ്കിലും കുമ്മുട്ടി, കോഹൻലാൽ, ഊള ആക്ടേഴ്സ്, ഊള അവാർഡ് മേടിക്കണ അവർ ഇത് പറയുമോ? ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിയോ? ജീവനുള്ള ദൈവം 888 അത് 688 ബന്ധമുണ്ടോ? അതിൽ 13:1 14:1 കുറിച്ചാണ് പറയണത്. അല്ല, 888 26 യേശുവയുടെ നമ്പറാണ്, യഹോവയുടെ നമ്പറാണ്. 2000 വർഷം മുമ്പും എഴുതി വച്ചിരിക്കുന്നതാണ്, ഇൻ്റർനെറ്റിലില്ല എന്നുള്ളൂ. അത് മനസ്സിലാക്കാണ്ട് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വാലും മൂടറിയാത്തവർ എന്താ പറയുക, അല്ലാണെന്ന് പറഞ്ഞിരിക്കും. എനിക്കിവിടെ അല്ലാണെന്ന് പറയേണ്ട കാര്യമില്ല, അതൊക്കെ പറയാം. അപ്പോൾ 34 വയസ്സ് തൊട്ട് പറഞ്ഞു തുടങ്ങുമ്പോഴും മലയാളം ഞാൻ അവിടെ പറയണേ അല്ലേ, അത് പറയാം. അപ്പോൾ ഏതോ ഒരു സൂര്യഭഗവാന്റെ ഫേക്ക് ബർത്ത് ഡേറ്റ്, അത് ഫേക്ക് ബർത്ത് ഡേറ്റ് ഒന്നാമത്. സൂര്യഭഗവാൻ കൈ കാല് മൂക്കുണ്ട്. ഏതോ റോമൻസിൽ സൂര്യഭഗവാന്റെ December 25 അത് യേശുവയുടെ ജനന തീയതിയായിട്ട് ഒരു ബന്ധമില്ല. അതാണ് 26/12/2004 നന്നായിട്ട് സുനാമി ഇരച്ചു കയറിയത് കന്യാകുമാരിയിൽ, ഇന്ത്യയിൽ തന്നെ. ജീവനില്ലാത്തതിനെ ആരാധിക്കരുത്, മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനെ ആരാധിക്കരുത്. യഹോവ യേശു മെറ്റീരിയലിസ്റ്റിക് അല്ല. അപ്പോൾ യേശുവയുടെ സാക്രിഫൈസ് ചെയ്യണം, ജോലി ചേർന്നു. ഇപ്പോൾ ചെയ്യുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, വേർതിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഡിസേൺ ചെയ്യുക, ആത്മാക്കളെ പരിശോധിക്കുക. അതാണ് ഫെയറും ഫൂളിഷായിട്ടുള്ള അതിനെ എന്താ പറയാൻ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെ നിർണ്ണയിക്കുക. അപ്പോൾ ആ ഓരോ രീതിയിലാണ് വരണേ. അപ്പോഴും ഞങ്ങൾ ഊള ആക്ടേഴ്സ്, ഇനിയിപ്പോൾ കുറേ മാമുക്കോയ അവാർഡുകൾ, ശോഭന അവാർഡ്, ഇന്നസെൻ്റ് അവാർഡ്, പ്രേംകുമാർ അവാർഡ് വരെ ഇറങ്ങും. അപ്പോൾ കോടക്കമ്പിയുടെ അവാർഡ് ഇറങ്ങാത്തത് ഭാഗ്യം. അപ്പോൾ അങ്ങനെയുള്ള അവാർഡ് മേടിക്കണം. അത് ജീവനുള്ള ദൈവം മേടിക്കുന്നത് ഈ ഒരു വർഷത്തെ നോബൽ പ്രൈസ് പീസ് അവാർഡും പിന്നെ ജ്ഞാനപീഠ അവാർഡും ലെഫ്റ്റനൻറ്റ് സ്റ്റാറ്റസും അതൊക്കെ മേടിക്കാനിരിക്കണം. അവിടെ ജീവനുള്ള ദൈവത്തിന് അവാർഡിൻ്റെ ആവശ്യമുണ്ടോ? ഒരു വർഷത്തിന് അവാർഡ് മേടിക്കാനാണോ യേശു വരുന്നത്? യേശു വയ്ക്കാൻ അവാർഡ് കൊടുത്ത് നോക്കിയേ. നിങ്ങളുടെ ഏറ്റവും വലിയ പിടിത്തവും ഈ ലോകത്തെ. പാതിരികളുടെ ആവശ്യമില്ലാന്ന് പൗലോസിനെ തിരഞ്ഞെടുത്ത് പാതിരികളുടെ ആവശ്യമില്ല നിന്ന് വെറുതെ ചെയ്യാന്ന് എഴുതിയാൽ അത് മറക്കാണ്ട് മനസ്സിലാക്കാണ്ട് പാതിരികളെ കൊണ്ട് പരിശുദ്ധൻ എന്ന് പറയിപ്പിക്കുക. കന്യാസ്ത്രീകളുടെ മുഖത്ത് നോക്കി യഹൂദിയർ സാക്രിഫൈസ് ചെയ്യാൻ മുതൽക്കൂട്ടായി. അപ്പോൾ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ റോമൻ കാത്തലിക്കും കന്യാസ്ത്രീകളുടെ മുഖത്ത് നോക്കി ഈ യഹൂദിയർ കാർക്കിസ് തുപ്പനെ വേണം, മുഖത്ത് കാർക്കിസ് തുപ്പണം, വഴിയിൽ കാർക്കിസ് തുപ്പേ പോരാ. ഈ യഹൂദിയർ ചെയ്യേണ്ടത് ചെയ്ത് കറക്റ്റായി എന്നാണ് പറയണേ. ഇത് കേൾക്കണവരുണ്ടോ? ഈ 1 മിനിറ്റ് കേട്ടിട്ട് നിങ്ങൾ മാറാൻ തയ്യാറാവാത്തത്? ഈ കന്യാസ്ത്രീകളുടെ ആവശ്യമില്ല, കന്യകളെ ആരാധിക്കരുത്, കന്യകയാണ് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്തത്, അത് വേറെ. അപ്പോൾ
അപ്പോൾ ജനന തീയതിയായിട്ട് ബന്ധമില്ല December 25 ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ 00 സമയത്തും 26 എന്ന രീതിയിൽ യഹോവയുടെ സമയത്ത് December 25 ആയിട്ട് യഹോവയുടെ നമ്പർ 26. അപ്പോൾ മണിയുടെ 26 ആയിട്ട് ഈ ജീവനില്ലാത്ത ആരാധിക്കണം ഫേക്ക് ജീവനില്ലാത്ത ആരാധിച്ച് ഫേക്ക് ബർത്ത് ഡേറ്റ് ഇടുന്നതാണ്. അപ്പോൾ പരിശുദ്ധ പാതിരി എല്ലാത്തിനെയും പരിശുദ്ധനാക്കി വെച്ചു. ജീവനുള്ള ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. എല്ലാ പരിശുദ്ധ പിതാവ് എന്തിട്ട് പരിശുദ്ധന അവരെ എന്തൊരു സാക്രിഫൈസ് ചെയ്തതാണ്. സാക്രിഫൈസ് മീനിങ് ഉണ്ട്, വിലയുണ്ട്. അതാണ് ഞാൻ വെറുതേക്ക് പറയില്ല എന്ന് പറയണേ. വിലയോടെ കാര്യങ്ങൾ ചെയ്യ്. ഞാൻ ഫുൾ ഉണർവോടെയാണ് പറയണത്. എത്ര ഇതുണ്ട് ഉറങ്ങിയില്ല അല്ലേട്ട് ഒരു ഡ്രീം കണ്ടാൽ അതിന് ഒന്ന് 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 ഡിസ്ട്രാക്റ്റായി ഉറങ്ങി എനിക്ക് കഴിഞ്ഞാൽ ആ ഡ്രീം കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. ഡ്രീം കാണാൻ എന്ത് രസം. അപ്പോൾ മനസ്സിലാക്കുക, നല്ല ഡ്രീംസ് ആണ്. അപ്പോൾ ജീവനില്ലാത്ത ആരാധിച്ചുള്ള ഡ്രീംസ് അല്ല, മെറ്റീരിയലിസ്റ്റിക് ഡ്രീംസ് അല്ല. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്താണ് സ്വന്തമായിട്ട് ഇനി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. പ്ലാൻസ് ഒന്നും ആവശ്യമില്ല, സ്വന്തമായിട്ട് അതുപോലെ നടന്നോളും. അത് മനസ്സിലാവും. നിങ്ങളൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ വിഡ്ഢികൾ എന്തിനു ബോധിപ്പിക്കണം? അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഞാൻ എന്തായാലും മുങ്ങിന്ന് പറഞ്ഞ് ബാപ്റ്റിസം ചെയ്തു, എനിക്ക് കുഴപ്പമില്ല, എൻ്റെ പറഞ്ഞു. അതനുസരിച്ച് 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്തിട്ട് ഒരു 30 വയസ്സ് കഴിഞ്ഞ് 31 ആ വർഷം 32 കഴിഞ്ഞിട്ട് 32 കഴിഞ്ഞിട്ട് 33 ആവാനായിട്ടും 31 കഴിഞ്ഞിട്ട് 32 എന്താ പറയുക, കുറേ വെഡ്ഡികളെ കൊണ്ട് പറയിപ്പിച്ച് ഓരോ ചെയ്യിപ്പിച്ചാൽ എനിക്ക് ഡിസ്ട്രാക്റ്റ് ആവാൻ വിചാരിക്കേണ്ട. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലവ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇല്ലേ, ജീവനുള്ള ദൈവത്തിനെ യേശു അവരെ ലവ് ചെയ്തിരുന്നു അല്ലേ? ജീവനുള്ള ദൈവത്തിന് എല്ലാ മനുഷ്യരെയും ലവ് ചെയ്തിരുന്നു. പക്ഷെ അതിൽ പറഞ്ഞ് നടക്കണ്ട. ഗുഡ്കിങ് അടിച്ച് ബീഡി വലിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് നടക്കണ്ട, സിഗരറ്റ് വലിച്ച് നടക്കണ്ട. ഇല്ല, ഡ്രഗ് അടിച്ച് നടക്കണ്ട, ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് എല്ലാ ദിവസവും കുറ്റം പറഞ്ഞ് നടക്കണ്ട. ഇല്ല, അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഒരു സാക്രിഫൈസാണ് ജോലി ചേർന്നു. അപ്പോൾ ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുമുള്ള ഒരു തമ്മിൽ വ്യത്യാസപ്പെടുത്ത സ്പിരിറ്റ്സിനെ മനസ്സിലാക്കാനുള്ള ജോലിയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ പെടും. ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വാല് മൂടറിയാണ്ട് അല്ലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പരാജയപ്പെടും. അതാണ് ഞാൻ പറയണേ. ഞാനിവിടെ നിങ്ങൾ അതിപ്പോൾ പരാജയപ്പെടുന്ന പറയണേ. നിങ്ങൾ മുങ്ങി എന്താ പറയുക, തമ്മിൽ കുഴി ചാടിക്കരുതെന്നല്ല പറയണേ. നിങ്ങൾ ഞാൻ അങ്ങനെയാണ് പറയുന്നത്, തമ്മിൽ കുഴി ചാടി ഒരു ഭാഷ വ്യത്യാസം, ടോണ് ഉപയോഗിക്കണ വ്യത്യാസം നോക്ക്. ഞാൻ അങ്ങനെ പറഞ്ഞത് തമ്മിൽ കുഴി ചാടിച്ചോ നീ അങ്ങനെയാണോ പറയണേ? അല്ല, ഇത് നേരെ വ്യത്യാസം പറയണ രീതി എങ്ങനെയാണെന്ന് നോക്ക്. ഇപ്പോഴും ഞാൻ അവിടെ നിന്നു ഒന്ന് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവില്ലേ? തുമ്മി നിങ്ങളുടെയൊക്കെ തള്ളയും തന്തയൊക്കെ നിങ്ങളെ അരുന്ന് കൂട്ടി വാങ്ങിപ്പിക്കാനായിട്ട് റീട്ടാണ്ടഡ് അറിവില്ലായ്മയാണ് കൊണ്ട് കയറ്റി വെച്ചാണ് തലയിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാറാൻ പറ്റാത്തത്. നിങ്ങളുടെ അനിയന്മാരും കസിൻസിനും ഉണ്ടാവും കുറേ പാതിരികൾ. അതാണ് നിങ്ങൾ തൂറിയ പോലത്തെ മോന്ത നിങ്ങൾക്ക് സൺഡേ ആയിട്ട് മാറ്റാൻ പറ്റാത്തത്. വരണേ വന്ന കാര്യം വരണേ എന്ന് പറഞ്ഞിരിക്കുക. 8 എന്നുള്ളത് യേശുവയുടെ നമ്പറാണ്. 26 എന്നുള്ളത് യേശുവയുടെ നമ്പറാണ്. സെക്കൻഡ് കമ്മിങ് എല്ലാ രീതിയിലും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 2000 വർഷം മുമ്പ് എഴുതിയതാണ്. എല്ലാ ലിപിയിലും എല്ലാ പുസ്തകങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് വന്നതാണ്. എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റാണ്ട് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് വാലും മൂടറിയാണ്ട് പാതിരികളെയും കന്യാസ്ത്രീകളെയും പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ വെഡി? ഏടാ, വിഡ്ഢികളെ കൊണ്ട് നീ പറയിപ്പിച്ച് പറയുന്നതാണ്. ആ ഫോട്ടോ ഒക്കെ വെച്ച് കണ്ടാൽ മനസ്സിലാവും. ഇല്ലടാ വെഡ്ഡി വിളിച്ചിട്ട് പറയാം ഈ ഹനി അങ്ങനെയൊക്കെയല്ലേ പറയണേ. അതൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞു പറയിപ്പിക്കുക, നിങ്ങൾ പറയേണ്ടത് പറയിപ്പിക്കുക. ഞാൻ വിളിച്ച് നോക്കിയ ഞാൻ തിരിച്ചെന്തെങ്കിലും പറയേണ്ടത് ആ വാക്കാൻ ഞാൻ തിരിച്ച് പറയണ്ട. അങ്ങനെയാണോ പറയണേ? അവിടെ ദേഷ്യം വരണ്ട. നിന്നെ കാസരക്ക് ദേഷ്യം വരും. ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പം തന്നെ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് അതിനുള്ള മറുപടി കൊടുത്തേനെ. ഞാൻ അതിൽ പറയണ്ട. അതിൻ്റെ കറക്റ്റ് ഉദാഹരണം യഹോവയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. ദേഷ്യം വരണേൽ കുറച്ച് കിട്ടേണ്ടത് കിട്ടും. അരോചക എന്ന് പറഞ്ഞാൽ എന്തൊട്ട് ജീവനുള്ള വിഗ്രഹങ്ങളെയും ജീവനത്തിനെ ആരാധിച്ച് ജൽപ്പനം ജപമാല ചെയ്യുന്നത് അരോചകമാണ്. ദേഷ്യം നില ഇത് കിട്ടേണ്ട സമയത്ത് കിട്ടുന്നു. ഇത് പെട്ടെന്ന് ദേഷ്യം വന്നു. എനിക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് കിടക്കുള്ളൂ. ഇല്ലേ, അടുത്തേക്ക് കിടക്കാൻ ഓക്കെ മനസ്സിലാക്കാൻ പഠിക്കുക. ഒരു പറയുന്ന ടോൺ അനുസരിച്ച് അറിയാം ഇങ്ങനെ പറയണേന്ന്. നീ തൂറിയ മോന്ത പോയി കണ്ണാടി പോയി നോക്കുക ആദ്യം. നീ മുകളിലേക്ക് ചെയ്യുന്നത് നീ തെറ്റാന്നറിയാം. പാതിരികളെ കൊണ്ട് പരിശുദ്ധ എന്ന് പറയിക്കണം. ഒരിക്കലും ഇങ്ങനെ പറയല്ലേ പരിശുദ്ധ യേശുവ എന്ന് ഞാൻ കേട്ടിട്ടുള്ള ഇതുവരെ.
എന്നിട്ട് പരിശുദ്ധ കന്യകയ്ക്ക് ഈ കന്യകന് ഈ കന്യാസ്ത്രീ ചെയ്യുന്ന തെറ്റാണ്, റോമൻസ് ചെയ്യുന്ന തെറ്റാണ് യേശുവയ്ക്ക് നന്നായിട്ട് അറിയാം. യേശുവയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പറയണേ, ഞാൻ ബ്രദേഴ്സായിട്ട് കാണുള്ളൂ എല്ലാവരും, സിസ്റ്റേഴ്സായിട്ടും. എന്താ വെച്ചാൽ ഈ വിഡ്ഢികൾ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കണല്ലോ, അതിലേക്ക് വരാം. ഈ റോമൻസ് ചെയ്യുന്ന തെറ്റാന്ന് അറിയാം. ഏത് ഇംഗ്ലീഷുകളും റോമൻ കാത്തലിക്സ് പറയുമോ ഇത്? പോകൂ റോമോ കാത്തലിക്സ് എന്ന് പറഞ്ഞ് നടക്കണവർ ഇത് പറയുമോ? എനിക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ സമയം എടുത്താൽ ഞാൻ പറയണത്. പറയോ? മുഖത്ത് നോക്കി സംസാരിക്കാറില്ല, അതിലേക്ക് വരാം. പാതിരികളുടെ ആവശ്യമില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ റോമൻ കാത്തലിക്സ് ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, നിങ്ങൾ വീണ്ടും അരുന്ന് കൂട്ടി വാങ്ങി കിടക്കാന്ന് നന്നായിട്ട് പറയണു. അത് യേശുവയ്ക്ക് അറിയാം റോമൻസ് കൊന്ന ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാന്ന് അറിയാമെന്ന്. അതും തീർന്നു. എന്നിട്ട് ഞാൻ 9 വർഷം അവിടെ ആ സ്കൂളുണ്ടായിരുന്നു, 9 വർഷം ഗോവയിലുണ്ടായിരുന്നു. എൻ്റെ ഡാഡി മമ്മി ഹിന്ദിക്കാരല്ല, മലയാളികളാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ വരണം. അപ്പം നിങ്ങൾ കൊണ്ടുകൊണ്ട് പറയും നിങ്ങൾ തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്നാണ് നിങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങുന്നത്. എന്നിട്ട് നിങ്ങൾ തെറ്റെന്ന് മനസ്സിലാക്കി നാണം കെട്ട് കിടന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം വെട്ടി നിൻ്റെ തെറ്റെന്ന് മാറാൻ പറ്റാണ്ട് ഈ നിങ്ങൾ എന്താ പറയുക വളിഞ്ഞ മോന്ത വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ തെറ്റാന്ന്. എന്നിട്ട് ആ വളിഞ്ഞ മോന്തയും വെച്ച് നടക്കണം നിങ്ങൾ. നിങ്ങൾ മറവി രോഗം ഉണ്ടെങ്കിൽ അത് ഉറങ്ങി കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് അത് മറവി പോലെ നടക്കരുത്. റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കുക. 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഒറ്റ എണ്ണത്തിന് എൻ്റെ മുഖത്ത് നോക്കി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു ഇംഗ്ലീഷിലാ ഹിന്ദിയിലാ ഏത് ഭാഷയിലും പറഞ്ഞോടെ, ഇംഗ്ലീഷിലാ ഹിന്ദിയിലാ മലയാളത്തിലാ, ഗോവയെന്ന് വരുന്നതല്ലേ ഗോവയിലതെ ഒരു ഇംഗ്ലീഷിലാ ഹിന്ദിയിലാ മലയാളത്തിലാ ഒന്നും എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കും. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി വരാറില്ലല്ലോ, ജസ്റ്റ് കൈ പിടിച്ച് കളിക്കും. എൻ്റെ മുഖത്തൊരു എപ്പോഴും പറയാം, എൻ്റെ മുഖത്തൊരു സ്മൈലുണ്ട്, എക്സ്പ്രഷനുണ്ട്, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അത് തെളിച്ചുണ്ട്. അത് ഇവിടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹിന്ദി രണ്ടാണ് എന്നിട്ടാണ് ഇംഗ്ലീഷിൽ ഒന്നും മുഖത്ത് നോക്കി സംസാരിക്കുക. 9 വർഷം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറിൻ്റെ സിനിമേനെ കുറിച്ചാണ് പറഞ്ഞത്. വിഡ് സിനിമ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ വിഡ് സിനിമേനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല 9 മണിക്കൂർ അവിടെ ഇരിക്കുക. ഒന്ന് അടുത്തൊന്ന് സംസാരിക്കുക ഇല്ല, മുഖത്ത് നോക്കി സംസാരിക്കുക ഇല്ല. ഏതെങ്കിലും ഭാഷ ആയിക്കോട്ടെ, മലയാളം ഹിന്ദികളും മലയാളികളും ഒരുമിച്ച് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതുപോലെ എപ്പോഴെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണ്ട ഇല്ല. പിന്നെ എന്താ നിങ്ങൾ പറയണത്? മൊത്തം അർത്ഥശൂന്യമായ കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയണേ. അതുകൊണ്ട് എനിക്ക് കൊള്ളുണ്ടെങ്കിൽ ദേഷ്യം വന്ന് നിന്നൊക്കെ ആശ്രയിക്കണ്ടെങ്കിൽ കുടിച്ച് നിന്നെ ഇത് 1 മിനിറ്റ് മുമ്പ് ഞാൻ ജനിച്ചിട്ടുള്ളൂ, ഇതൊന്നും അറിയാതിരിക്കാൻ. 1 മിനിറ്റ് വന്ന് സംസാരിക്കുക ഒന്നുമില്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കണ പോലെ ആയിണ്ട ഇല്ല. 30 വർഷം നടന്ന 25 വർഷം നടന്ന ഇനി അങ്ങനെ നടക്കുമോ? ഇല്ല. ഞാനൊക്കെ ഒരു 112 വയസ്സ് വരെ ജീവിക്കാനേ ചെയ്യും. എത്ര ഒടിഞ്ഞ് നടന്നാലും ഭക്ഷണം ഉണ്ടാക്കിയാലും പെർഫെക്റ്റ് ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാലും ഞാൻ ജീവിക്കും. നിങ്ങൾ ആ ജോലി ചെയ്യില്ല അങ്ങനെ പറയും ഇല്ല. അത് എന്തുണ്ടായാലും ഇവരുടെ ടാബ്ലറ്റ് കഴിച്ചാലും കൺട്രോൾ ചെയ്തെല്ലാം നടക്കും. അതായത് മിഥ്യവത്വം പാലിക്കുക. കഴിക്കേണ്ടത് കുറച്ച് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് 2 നേരം കഴിക്കുള്ളൂ. അതൊക്കെ മനസ്സിലാക്കി ആ രീതിയിൽ പഠിക്കുക. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൽ ഞാൻ പെടുന്നുണ്ട ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 112 വയസ്സ് വരെ പറയുമ്പോൾ ഈ 2000-ൽ 11-12 വയസ്സ് കടന്ന പോലെ 2001 ആവണേ മുമ്പ് ഛത്തീസ്ഗഡ് അതൊക്കെ ആവണം വരണ പോലെ ആ 112 വയസ്സത്തേക്ക് എന്താ 2088 എന്ന് പറയുന്നത് 2100 കഴിഞ്ഞ മുമ്പ് 2088 വരുന്നത് 8+8 അപ്പോൾ എനിക്ക് 100 വയസ്സത്തേക്കാണ്. അതുണ്ടാവും, നീ വിചാരിക്കണ്ട വരില്ല. അതുണ്ടാവേണ്ട രീതിയിൽ തന്നെ നടക്കും. ഞാൻ പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞു ഞാനൊരു 11 മണി രാത്രി ഉറങ്ങാണ്ട് 11 മണി തൊട്ട് എത്ര മണി വരെ 6 മണി വരെ പുലർച്ചെ ഉറങ്ങേണ്ട നേരത്ത് ഒരു കോട്ടുവായ ഇടാണ്ട് നിർന്ന് പ്രസ്താവിച്ചല്ലോ, ഞാൻ പറഞ്ഞല്ലോ വിവരമുള്ള കാര്യങ്ങൾ. വെറുതെക്കാൻ പറയില്ലേ? വെള്ളം കുടിക്കാൻ പോയാ ഇല്ല, കാല് അങ്ങോട്ട് അനക്കുക. പ്രസ്താവിക്കേണ്ട സമയത്ത് പറഞ്ഞു നിങ്ങളൊക്കെ അറിയേണ്ട ഇത് ഇത്ര കേട്ടിട്ട് നിങ്ങൾ 1 മിനിറ്റ് കേട്ടിട്ടും 1 മിനിറ്റ് വേണ്ടത് കേട്ട് മനസ്സിലായി എല്ലായിടത്തും എത്താൻ. എന്നിട്ട് നിങ്ങൾ മാറാൻ തയ്യാറല്ല. അത് നിങ്ങളുടെ തൂറിയ മോന്ത മാറ്റിയിട്ട് മാറാൻ പഠിക്കാൻ പറഞ്ഞു. നിങ്ങൾ തൂറിയ മോന്തെങ്കിലും മാറ്റാൻ പഠിക്കുക, ആ സിമ്പിൾ കാര്യമെങ്കിലും. എന്നിട്ട് മാറാൻ പഠിക്കുക. എന്നിട്ട് 9 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മുഖത്ത് നോക്കി അടുത്തൊന്ന് സംസാരിക്കുക. ഒറ്റയിടത്തിനൊരു അർഹത ഇല്ലാത്തത് പോലെ കൊണ്ടാണ് അതുപോലെയാണ് ഇരിക്കണം. എന്നുവെച്ചാൽ 8 അത് യേശുവയുടെ സമയമാണ്. 26 അത് കൂട്ടി നോക്കുമ്പോൾ വർഷവും ജനിച്ച വർഷം 26 ആണെന്നറിയാം, യഹോവയുടെ നമ്പറാണെന്നറിയാം. അതുകൊണ്ടാവാം
നിങ്ങൾക്ക് അർഹത ഇല്ലാത്ത പോലെ ഇരിക്കണം. അന്ന് അന്ന് തൊട്ട് കണ്ട് ഞങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കിയോ എല്ലാത്തിനും മോന്തകൾ ഇങ്ങനെ ഇരിക്കണമായിരുന്നു അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ. ഒന്ന് മുഖത്തൊന്ന് ഒന്ന് പേര് വിളിക്കുക, ഹാരിസേ ഹാരി ഒന്നിപ്പോൾ എന്തെങ്കിലും പറയണ്ടേ, വിളിക്കാൻ ഒരു അർഹത ഇല്ലാത്ത പോലെ ഇരിക്കണേ അവിടെ. എനിക്കെല്ലാം അന്ന് തൊട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ. എന്തുകൊണ്ട് ഞാൻ ഈ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് പോവാറില്ലേ, മെറ്റീരിയലിസ്റ്റിക്കായ ഒന്നും ഞാൻ ധരിക്കണല്ലേ, മോതിരങ്ങളോ ഒന്നും ഞാൻ ധരിക്കണല്ലേ, അതാണ് പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെയുള്ള വിഡ്ഢികൾ കുമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കുറിച്ച് പറയുമോ? ഊള ആക്ടേഴ്സും ഊള അവാർഡ് മേടിക്കണവർ ഇത് പറയുമോ? അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ മോന്തകൾ നോക്കിക്കോ, ഒറ്റടത്ത് മുഖത്ത് നോക്കി സംസാരിക്കാറില്ല. എൻ്റെ ഡാഡിയുമായി മലയാളികളാണ്. അപ്പം നിങ്ങൾ കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടാകും. വിവരക്കേട് വിഡിത്തം വിളമ്പി നിങ്ങൾ എത്ര അരുന്ന് കൂട്ടി വാങ്ങി, എന്നിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ തയ്യാറല്ലല്ലോ. കുമ്മൂട്ടി മോഹൻലാലിനൊന്നും ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയില്ല. അവരെന്താ അതെന്ന് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവില്ല. ഈ കോപനയൊക്കെ ചെകുത്താൻ വെഡ്ഡികളുടെ മോന്തയാണ്. അവർ ഈ ചെകുത്താൻ വെഡ്ഡി ശിവൻ്റെ യേശുവയ്ക്ക് ഒരു ബന്ധമില്ല. ഈ ചെകുത്താൻ വെഡ്ഡികൾക്ക് വേണ്ടി ഡാൻസ് കളിച്ച് ചെകുത്താൻ വെഡ്ഡിയുടെ ആത്മാവില്ലാത്ത നാശനെ ഇപ്പം കൈവരിക്കും. അതുള്ള കാര്യം തന്നെ പറയണം. ചെകുത്താൻ വെഡ്ഡിയുടെ മോന്തയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും വേസ്റ്റാണ്. അവർ കേൾക്കണം, അവർ വെറും വേസ്റ്റാണെന്ന്. അവർ മുഖത്ത് നോക്കി ഈ അവാർഡുകൾ മേടിച്ചിട്ട് എന്ത് കിട്ടാനാണ് അവർക്ക്? ജീവനുള്ള ദൈവം അവാർഡ് മേടിക്കാനാണോ ഇരിക്കണേ? അപ്പോൾ ഹിന്ദി ആയിട്ട് ഒരു ബന്ധമില്ല, ഹിന്ദി ആയിട്ട് കേരളമായിട്ട് പണ്ടേ തൊട്ട് 2000 years ആയിട്ട് ഒരു ബന്ധമില്ല, ജപ്പാനീസുമായിട്ട് ബന്ധമില്ല. അപ്പോൾ വിഡിത്താണ് നിങ്ങൾ കാണിക്കണം ബാക്കിയുള്ള വിഡ്ഢികളെ വീണ്ടും വിഡ്ഢികളാക്കാനായിട്ട്. സിനിമ, അഡ്വർടൈസ്മെൻറ്റ്, ശവം. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ വരച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനെങ്ങനെ കാണുന്ന ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അത് മതിയെങ്കിൽ അത് മനസ്സിലായി. ഞാൻ എത്ര പ്ലസൻ്റ് ആയിട്ട് പറയണം. എനിക്ക് ഒരു ദേഷ്യം വരണല്ലോ. ദേഷ്യം വരാത്തത് എൻ്റെ ഗുണം. കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് കുടിച്ച് ഗുഡ്കിങ് അടിച്ച് ബീഡി വലിച്ച് നടക്കാത്തത് എൻ്റെ ഗുണം. ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇതുപോലെ പറയുമോ? ഏതെങ്കിലും ശിഖണ്ഡികൾ ഇതുപോലെ പറയും? പെട്ട തലമാർ ഇത് പറയുമോ? അവർ റോവോ കോത്തുലിക്കോ എന്ന് പറഞ്ഞിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കുക. ശോഷിച്ച മുസ്ലിംസും ഹിന്ദുസും പറയുമോ? എന്തുകൊണ്ട് പറയണേ, ഈ കേരളത്തിൽ പണ്ട് തൊട്ട് 2000 വർഷം മുതൽ ട്രേഡ് നടത്താൻ വന്ന ജൂവിഷ് ആൾക്കാരുണ്ട്. അവർക്ക് ജൂവിഷ് ആൾക്കാർക്ക് നമ്പൂതിരിയും ആദിവാസിയും കലർന്ന കുറേ പേർക്ക് അട്രാക്റ്റ് ആയിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചവരുണ്ട്, മലയാളികളായിട്ട് തന്നെ. അപ്പോൾ ഈ ജൂവിഷ് ട്രേഡേഴ്സ് വന്നിട്ട് മലയാളികളായിട്ട് കല്യാണം കഴിച്ച് അങ്ങനെ പിള്ളേർ മക്കളുണ്ടായി. പിന്നെ അവർ മലയാളം പഠിച്ച് അതിൽ വന്ന് കുറേ നമ്പൂതിരികൾ പോലെ വെളുത്തവരുണ്ടായി. ആ നമ്പൂതിരികളുടെ ഭാഷ കേട്ടറിയാം. നീ പറഞ്ഞ് എന്താ പറയുക, തൃശ്ശൂരും അവിടെ വന്നു, കൊച്ചിയുടെ അടുത്തും കണ്ണൂരും. അപ്പോൾ അന്ന് 2000 വർഷം മുമ്പ് 550 AD അങ്ങനെ പേരാണത്. ആ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട് ഞാൻ. അപ്പോൾ ജൂവിഷ് ട്രേഡേഴ്സ് വരുന്നത് നീ മറക്കട അങ്ങനെയൊക്കെ വരുന്ന ആ ലാംഗ്വേജ് മലയാളത്തിലേക്കായി തിരിയണ രീതി. ജൂവിഷ് ലാംഗ്വേജ്, അരമൈക്ക് ലാംഗ്വേജൊക്കെ ഹീബ്രു ലാംഗ്വേജൊക്കെ ആയി മാറുന്നുണ്ട്. ജർമ്മനിയിൽ നിന്നൊക്കെ മാറി ഹീബ്രു ലാംഗ്വേജായി മാറുന്നതൊക്കെ അങ്ങനെയാണ് ഇസ്രായേലിൽ. അപ്പോൾ നാട്ടിലും കേരളത്തിലും വന്ന് ജൂവിഷ് ആൾക്കാർ വന്ന് പിന്നെ പോകേണ്ട നേരത്തായി. ഇപ്പോൾ നമ്പൂതിരികൾ കുറേ ഒരു തോമസൊക്കെ വന്നതായിട്ട് ക്രിസ്ത്യാനിറ്റി ആയി മാറിയവരുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് റോമൻ കാത്തലിക്സ്, ക്രിസ്ത്യാനിറ്റി ആയി മാറിയവർ കുറേ പേരുണ്ട്. അപ്പോൾ ആ രീതിയിൽ അത് മുസ്ലിംസ് ഒരിക്കലും ക്രിസ്ത്യൻസ് ആവില്ല, ഹിന്ദികളും ഹിന്ദുസും ഒന്നും അതിൽ വരില്ല. അപ്പം നിങ്ങൾ പറയുന്നത് ശുദ്ധ മണ്ടത്തരം വിഡ്ഢിത്തരാണ്. അത് മനസ്സിലാക്കാനുള്ള പഠിക്കുക. അവരൊന്നും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയില്ല. എൻ്റെ ഡാഡിയുമായി മലയാളികളാണ്. അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വളർന്നു എന്നുള്ളൂ. അവിടെ ആരെങ്കിലും ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എന്നോട് മുഖത്തോക്കി സംസാരിക്കണല്ലേ? ഹിന്ദിക്കാരും കൂട്ടം കൂടി നിങ്ങൾ മലയാളികൾ ഇരിക്കണ പോലെ എൻ്റെ മുഖത്തോക്കി സംസാരിക്കണല്ലേ അവർ? ഞാൻ പറയിപ്പിക്കുക, നിങ്ങൾ പറഞ്ഞു നോക്കിയേ ഇല്ല. ഞാൻ അങ്ങോട്ട് തിരിച്ച് ഈ വെഡിത്തം വാക്ക് അവർ ഉദ്ദേശിച്ച് പറയണ്ട ഇല്ല. അതാണ് എൻ്റെ ഗുണം. അതെന്ന് വെച്ചാൽ കൊള്ളണല്ലേടാ വെഡ്ഡി. വെഡ്ഡീന്നല്ല വിളിക്കാണ്ട് പരിശുദ്ധൻ വിളിക്കണ. വെഡ്ഡീന്ന് നന്നായിട്ട് തന്നെ വിളിക്കാം. ബൈബിളിൽ വെഡ്ഡികളെ വെഡ്ഡീന്ന് തന്നെ വിളിക്കണം. അല്ലാണ്ട് വേറെ പറഞ്ഞില്ല മെറ്റീരിയലിസ്റ്റിക് നേച്ചറുള്ള വാക്കുകളല്ല പറയേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ തെറ്റും. അല്ലെങ്കിൽ ഞാൻ നീയൊക്കെ പറയുന്നത് ആശ്രയിക്കുന്ന കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് നടന്നതിനെ. അപ്പോൾ ജൂവിഷ് മലയാളികളിൽ നിന്നും കുറേ ക്രിസ്ത്യാനിറ്റി വന്ന് നമ്പൂതിരികളിൽ നിന്നും അവരുടെ ലാംഗ്വേജ് കോനിക്ക അങ്ങനത്തെ ഒക്കെ വന്ന് മലയാളത്തിൽ നിന്ന് ഒരു പേർ ടൈപ്പ് ഇങ്ങനെ എഴുത്തല്ലായിരുന്നു. അതൊക്കെ കുറച്ചുകൂടി പ്രിൻറ്റിങ് രീതിയിലുള്ള അക്ഷരങ്ങൾ പലരും എഴുതി തുടങ്ങി. ടെക്നോളജി വളരെ തോറും മോഡേൺ ടെക്നോളജി കാലത്താണ് രാജാവിനെ പോലെ യേശുവരാണെന്ന് പറഞ്ഞത്. അതുപോലെ ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരൊക്കെ കോനിക്ക ഇംഗ്ലീഷിലൊക്കെ എഴുതി തുടങ്ങി, കോനിക്കാടൻ അങ്ങനെയൊക്കെ എഴുതി തുടങ്ങിയിട്ടാണ് ഓരോരോ ഇപ്പോൾ ക്യാമറ വയ്ക്കണതിൻ്റെ ഇതൊക്കെ വന്നത്. സിനിമകളുടെ വളർച്ചയൊക്കെ കുറച്ച് 1998 തുടങ്ങിയിട്ടുള്ളൂ എനിക്കറിയാം.
സിനിമയുടെ വളർച്ച, മോഡേൺ സിനിമയുടെ വളർച്ച, മോഡേൺ സിനിമ, കുറേ ഊള ആക്ടേഴ്സും ഊള അവാർഡുകളും. നാണാവില്ല ജീവനുള്ള ദൈവം പറയുന്നത് ഈ ഊള അവാർഡുകൾ മേടിക്കാൻ. ഒരു വർഷത്തെ അവാർഡ് ജീവനുള്ള ദൈവത്തിന് വല്ല അർത്ഥമുണ്ട് അതിന്? ഊള അവാർഡ് 888826 വന്ന ഇതിന് വല്ല അർത്ഥമുണ്ട് അതിന്? യേശുവയ്ക്ക് പരിശുദ്ധ യേശുവാന്ന് ഞാൻ അറിയില്ല, പരിശുദ്ധനായ യേശുവ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതിന് പാതിരി പറയൂ പരിശുദ്ധന്മാരായ പാതിരികൾ. ഇതിനേക്കാളും വേറെ വിഡിത്തുണ്ട്. പാതിരികളുടെ ആവശ്യമില്ലാന്ന് പൗലോസിനെ കൊണ്ട് ഞാൻ പറഞ്ഞു ബലിയുള്ള സംസാരമായിരിക്കും, അതിൽ വെറുതെക്കില്ല, ബലില്ലാണ്ട് പറയില്ലേ. പൗലോസിനോട് തിരഞ്ഞെടുത്ത് പറഞ്ഞുകൊണ്ട് പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞോളൂ. പാതിരികളുടെ ആവശ്യമില്ല, പാതിരികളെ കൊണ്ട് നിന്ന് വെറുതെ ചെയ്യുന്നത്, വിലയില്ലാണ്ട് ചെയ്യുന്നത് വെറുതെക്കാണ്, അത് ചെയ്യരുത്. ഞാൻ വെറുതെക്ക് പറയില്ല, അത് തന്നെയല്ലേ പറയണേ. യേശുവർ പറയും റോമൻസ് തെറ്റ് പറയണേന്ന്. പാതിരി വേഷം കട്ടി നടക്കാണ്ട് മണിയും കുണിയും കുമ്മൂട്ടിയൊക്കെ നീ കണ്ടിട്ടില്ലേ സിനിമയിലെ? അപ്പം വെഡിത്തം മാറ്റി ഓരോരോ കാര്യത്തിനിറങ്ങും. കണ്ടേ യഹോവ എന്ന് പറയുന്നത് ദേഷ്യത്തിന് വളരെ കുറവ്, ദേഷ്യം വരണല്ലേ. അപ്പോൾ അത് മനസ്സിലായി, യഹോവ അത് പറഞ്ഞു, അത് യേശുവയുടെ ചിഹ്നം അത് തന്നെയാണ്, സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ആ വിലയുള്ള സാക്രിഫൈസിന് അത് പറയണേ. അവിടെ കന്യകയും കന്യാസ്ത്രീകളും പാതിരികളും അല്ല സാക്രിഫൈസ് ചെയ്തേക്കണേ. ഒരു മഹാപുരോഹിതനുള്ള ഒരു മധ്യസ്ഥനുള്ളൂ എന്ന് പറഞ്ഞു, അത് തന്നെ പറഞ്ഞാണ്. അപ്പോൾ കുറേ മധ്യസ്ഥന്മാരും ജീവനില്ലാത്തവനെ ആരാധിക്കുന്നതും ജപമാരും ജൽപ്പന അരോചക എന്ന് പറഞ്ഞ്, ദേഷ്യം എന്നല്ല എന്നുവെച്ചാൽ കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ലാത്തതിന്. ദേഷ്യം വരുന്നത് കുറച്ച് പിന്നോക്കാന്ന് വെച്ചാൽ ദേഷ്യം വരുന്നത് വലിയ ഗമയുള്ള കാര്യം അല്ല. ദേഷ്യം വരുന്നത് എല്ലാ വെഡിത്തങ്ങളിലും എല്ലാം ഇല്ലാണ്ടാവും. അപ്പോൾ യഹോവയ്ക്ക് ദേഷ്യം നന്നായിട്ട്, യഹോവ ദേഷ്യം വരാൻ കുറച്ച് പിന്നിലാണ്, നന്നായിട്ട് പിന്നോക്കാണ്. ദേഷ്യം വരാനായിട്ട് കുറേ പിന്നോക്കാണ്, അത് കറക്റ്റായിട്ടുണ്ട്. അരോചക എന്ന് പറഞ്ഞു, ജൽപ്പനും ജപമാലയും വെഡിത്തം കണ്ടു കഴിഞ്ഞാൽ അരോചകമായിട്ട് പെരുമാറും. എന്നുവെച്ചാൽ കിട്ടേണ്ട സമയത്ത് എല്ലാത്തിനും കിട്ടുന്നു, വയനാടിന് കിട്ടിയ പോലെ മുങ്ങി നിവരാണ്ട് കുറേ വെഡിത്തം കയറ്റി വെച്ച് ആ റോമൻ കാത്തലിക്സും ഹിന്ദുസ്ഥാനിലും പെട്ടത്. കല്ലും കുമ്മിനും എല്ലാം കൂടി കൊണ്ട് പീസായി ചത്തു. പേര് വിവരില്ലാണ്ട് കുഴിച്ചിട്ട്, കൊറോണ സമയത്തും പേര് വിവരില്ലാണ്ട് കുഴിച്ചുവിടണം എല്ലാത്തിനും ഒരുമിച്ച് വലിയൊരു കുഴിയിൽ. അപ്പോൾ തമ്മിൽ കുഴി ചാടിക്കരുത് നിങ്ങൾ. വെഡിത്തം ചൈനയിൽ നിന്നാണ് വൈറസ് വന്നതെന്ന് പറഞ്ഞാൽ വെഡിത്തം വിശ്വസിക്കാണ്ട് അവിടെ ബൈബിളായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അധികമൊന്നും പറയാനില്ല, അത് മനസ്സിലാക്കാൻ പഠിക്കും നിങ്ങളുടെ വെഡിത്തം എന്താണ്. ഏതെങ്കിലും ക്ലീഷോ റോമൻ കാത്തലിക്സ് ബൊക്കോ റോമൻ കാത്തലിക്സ് പറയൂ, നിൻ്റെ തൂറിയ മോന്തയാണ്, മര്യാദയ്ക്ക് തൂറാണ്ടുള്ള മോന്ത പകുതി വെച്ച് തൂറിയിട്ട് ഈ മോന്തകൾ കുറവാണിരിക്കേണ്ട, അത് മാറ്റാൻ നോക്ക്. കണ്ണാടി പോയി നോക്കി അറിയാം നീ തൊലയാൻ കണ്ട വിഡ്ഡിയാന്ന്. വിഡ്ഡികളെ വിഡ്ഡിന്ന് തന്നെ വിളിക്കണം, പരിശുദ്ധൻ എന്ന് പറയാൻ പറ്റുമോ? ജീവനില്ലാത്തത് ആരാധിക്കണവർ പക്കോ റോമൻ കാത്തലിക്ക, പക്കോ ഹിന്ദുവാ, പക്ക മുസ്ലിംസാറ് നാണം കെട്ട് അല്ലാണെന്ന് പറഞ്ഞ് നടക്കാൻ വാല് മൂടറിയാത്ത ക്രിസ്ത്യാനിറ്റി കുറിച്ച് വാല് മൂടറിയാത്തവരാണ് അല്ലാണെന്ന് പറഞ്ഞ് നടക്കണേ. തലയ്ക്ക് വിവരമില്ല ഒന്നത്തിനും. ഞാനാണ് മര്യാദയ്ക്ക് എൻ്റെ തോറി കാര്യങ്ങൾ ചെയ്യും, അത് മനസ്സിലാക്കാൻ വ്യത്യാസം പഠിക്കുക ആദ്യം എന്താണ്. പകുതി ഒരു മൂട്ടിയോടെ ഞാൻ പറയണ വാക്കുകൾ കേട്ടറിയാം, പൂർണ്ണ അറിവോടെ പറയണേ. നിൻ്റെ പകുതി അറിവ് പാതി വേസ്റ്റുകളാണ് പറഞ്ഞത് മൂട്ടിയോടുന്നത്. കുമ്മുട്ടിയും കോഹലാലും ഇത് പറയില്ല, അവർ വളഞ്ഞ ചിരിച്ച് ആരെ പറയിപ്പിച്ച 2.5-1.5 മണിക്കൂറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി പറയും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. വീട്ടിൽ വിചാരിച്ചിരിക്കുക. ഏത് വെളുത്ത വളഞ്ഞ ആദിവാസിയാണെങ്കിലും ജൂവിഷ് ആദിവാസികളാണെങ്കിലും ഏത് മുഖമാണെങ്കിലും വെളുത്ത ആദിവാസിയെ കണ്ടാൽ എനിക്ക് എവിടെയാണെങ്കിലും ഉയരം കുറഞ്ഞവരെ ഉയരം കൂടിയവരാണ് എവിടെയൊക്കെ ഇരിക്കണേ മനസ്സിലാവും. ഞാൻ പല പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് എത്ര പ്രാവശ്യം പറയാനുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല എല്ലാവരും കുറിച്ച് മനസ്സിലാക്കിയിരിക്കണവരുടെ കയ്യിൽ നിങ്ങൾ വെട്ടിത്തല ഇടരുതെന്ന്. മുഖത്ത് നോക്കി സംസാരിക്കാത്ത വെഡിത്തം ചെയ്ത് നടക്കുന്ന വെഡികളോട് എന്തിട്ട് 26 മറ്റേ യേശുവിൻ്റെ ചിഹ്നം ഇങ്ങനെ പറയണതിന് എന്താ അർത്ഥം? വെഡികൾ ശരിക്കുള്ളത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവർ പാതിരികളെ പരിശുദ്ധന്മാരാക്കിയിട്ട് വെഡിത്തം ചെയ്ത് നടക്കും. ഇരന്ന് കൂട്ടി വാങ്ങേണ്ടവർ, ഇല്ലാണ്ടാവണവർ. നിങ്ങളായിട്ട് കരയണ നിങ്ങളുടെ വെഡിത്തം നിങ്ങളെ ഇരന്ന് കൂട്ടി വാങ്ങി നിങ്ങൾ കരയണോ? ഞാൻ കരയണം അതിന്? അയ്യടാ, എൻ്റെ വിടർന്ന മോന്ത 65-60 വയസ്സ് വരെ ജീവിച്ചാലും നോക്കിക്കോ നല്ല വിടർന്ന് ഇരിക്കും. നിങ്ങളുടെ പല വെഡികൾക്ക് വേണ്ടി കരയില്ലേ?
ഞാൻ മുമ്പത്തെ പോലെയല്ല അത് മനസ്സിലാക്കി വെച്ച നീ എത്രത്തോളം വെഡിത്തത്തിലൂടെ നീങ്ങണം നിങ്ങൾ സ്വയം വെഡിത്തം കാണിച്ച് അർത്ഥശൂന്യമായ വെഡിത്ത കണക്ഷനില്ലാത്ത കാര്യങ്ങൾ ഊട്ടിന്ന് വിടണ പോലെ പറഞ്ഞ് ഇരന്നൂട്ടി വാങ്ങാണ്. നാണം കെട്ട് ഇല്ലാണ്ടായി ഫേക്ക് സിറ്റുവേഷൻ ചെയ്തിട്ട് ഇല്ലാത്ത അല്ല ആണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വാലും മൂടറിയാത്തവർ വെഡിത്തം പറഞ്ഞിരിക്കുകയാണ്. നോട്ടെ, എനിക്കെന്താ. ഈ 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്തിട്ട് യേശുവ 30 വയസ്സിൽ 31 വയസ്സായി, 32 വയസ്സായി, അടുത്ത വർഷം 33 ആവാൻ, 3.5 വർഷം ആവാൻ, 34 വരെ ആവാൻ. ഇപ്പം ഞാൻ മലയാളം പറഞ്ഞു തുടങ്ങിയ പോലെ ഒരു കൊറോണ കിട്ടി ബാപ്റ്റിസം ചെയ്ത് ഏപ്രിൽ 21 വെച്ചാൽ 2100 എന്നാകുമ്പോൾ ഞാൻ 112 വയസ്സ് വരെ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയണേ, ഞാൻ ബാപ്റ്റിസം മുങ്ങി എന്ന് പറഞ്ഞ ആ രീതിയിൽ തന്നെ ജീവിക്കും. എത്ര പ്രശ്നം എന്തുണ്ടായിക്കോട്ടെ, 112 വയസ്സ് വരെ ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വിഡ്ഢികൾ കുറേ പേര് പണ്ട് ഇരന്ന് കൂട്ടി ചത്ത പോലെ ആവില്ല അത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെ പോലത്തെ വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പറയണേ. നിങ്ങൾ ഇരന്ന് കൂട്ടി വാങ്ങാണ്, ജീവഹാനി വരെ ഇരന്ന് കൂട്ടി വാങ്ങാണ്. കളവ് മാത്രമേ നടക്കാൻ ഇങ്ങനെ പോയ നാണം കെട്ടിട്ട് പിന്നെന്താ അല്ലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ല. മുഖത്ത് നോക്കി സംസാരിക്കാണ്ട് ഹാരി കൂരിന്ന് അവിടെ ഇവിടെയും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. പിന്നെ അപ്പോൾ 31, 32, 33 ഒരു 30 വയസ്സ് ബാപ്റ്റിസം ചെയ്തിട്ട് 3.5 വർഷം പെട്ടെന്ന് അങ്ങോട്ട് തീരെ ചെയ്തേ. യേശുവയുടെ പബ്ലിക് ലൈഫ് തീർന്ന് സാക്രിഫൈസ് ചെയ്യും. ഇപ്പോൾ വന്നത് ആത്മാക്കളെ വിവേചിച്ചറിയാനാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, ഡിസേൺ ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഏതെങ്കിലും വിവരദോഷികളായ ബൊക്കോ റോമൻ കത്തോലിക്ക നടക്കണ പാതിരികൾ പറയോ ഇത്? അല്ലെങ്കിൽ നിങ്ങളെ പോലെ മണ്ടന്മാരെ ബൊക്കോ റോമൻ കത്തോലിക്ക പറഞ്ഞ ഹിന്ദുസ്ഥാൻ നടക്കുന്ന വെട്ടികൾ പറയോ യേശുയ്ക്ക് അറിയാം റോമൻസിന് തെറ്റാന്ന്? ഇല്ല. വെള്ളം കുടിക്കുന്നത് നോക്ക്. ഞാനൊരു 11 മണി പുലർച്ചെ ഉറങ്ങേണ്ട സമയത്ത് ഒരു 6 മണി നേരം വെളുക്കണ മുമ്പ് 6 മണി വരെ നിന്ന് പ്രസ്താവിക്കുന്നുണ്ട്. കാല് അനക്കുകയെ നിന്ന് ഇരിക്കുകയെ നിൽക്കുകയും ചെയ്യണല്ലേ, കോട്ടുവായ പോലെ ഇടണല്ലേ. അപ്പോൾ നിന്ന് വിവരമുള്ള സംസാരം പറയണം. റിമൈൻഡ് ചെയ്ത് കേട്ടാൽ നോക്കിയറിയാം. നിങ്ങളെ പോലെ പെണ്ണുങ്ങളാരും ഇതുപോലെ പറയില്ല. വെള്ളം കുടിക്കുന്ന അപ്പോൾ പകുതി വെള്ളം കുടിച്ച് പിന്നെ കിടന്നുറങ്ങിയാൽ ഞാൻ ഉണ്ടാക്കണം. പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് പെർഫെക്റ്റ് 9:30 കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണേ. അത് നിങ്ങളെ പോലത്തെ പേടി തൂറികൾ, മുഖത്തേക്ക് സംസാരിക്കാത്തവരെ, ഷെയർ ചെയ്യാൻ വിളിച്ചതിന് വരാൻ വന്നാൽ ആസ്വദിക്കാൻ കഴിയാത്തവരോട് ഇട്ട് അപ്പം വിളിച്ച് പറയിച്ചിട്ട് കാര്യമുണ്ട്. ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എന്തുണ്ടായാലും ഉണ്ടാക്കും. അപ്പോൾ അത് കഴുകി ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാത്തവർ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പോലെ വിഡ്ഢികൾ അവിടെ ഇവിടെയും മുഖത്ത് നോക്കി സംസാരിക്കാത്തത് വെഡിത്തം ഇരന്ന് കൂട്ടി വാങ്ങാനായിട്ട്, ജീവഹാനി വരെ ഇരന്ന് കൂട്ടി വാങ്ങാനായിട്ട് നാണം കെട്ട രീതിയിൽ ഇപ്പോഴും അല്ലാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ശോഷിച്ച അവസ്ഥ, നിങ്ങളുടെ ശോഷിച്ച നാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ദേഷ്യം വന്നിട്ടാന്ന് പറഞ്ഞത്. ഇതിൻ്റെ ദേഷ്യം വരണു. അങ്ങനെയാണ് നിന്നൊക്കെ ആശ്രയിക്കേണ്ട. കുടിച്ച് ഡ്രഗ് അടിച്ച് കുട്ടിയും കഴിച്ച് ബീഡിയും വലിച്ച് എത്ര വർഷം കഴിയണം? അതെൻ്റെ അടുത്തോടെ പോയിട്ടില്ലല്ലോ. ഒന്ന് അടുത്തോടെ പോവില്ല ഈ വെഡ്ഡി ശവങ്ങൾ. അടുത്തോടെ പോയി കഴിഞ്ഞാൽ ഒന്നും മുഖത്ത് പോയി സംസാരിക്കണ്ടേ? ഏതോ ഇത്രയൊക്കെ ഒളിച്ച് നോക്കി കണ്ടിട്ട് മുഖത്ത് പോയി സംസാരിക്കാൻ പറ്റണില്ലേന്ന്. അന്നും ഇങ്ങനെയാണ്. ഞാൻ എത്ര പ്രസൻറ്റായിട്ട് ഇരുന്നാലും മുഖത്ത് പോയി സംസാരിക്കുകയില്ല. പക്ഷേ ഈ കുമ്മുട്ടി മോഹൻലാൽ പോലുള്ളവരൊക്കെ ഇങ്ങനെ കുടിച്ച് ഡ്രഗ് അടിച്ച് വെള്ളം കുടിച്ച് കുട്ടിയും കഴിച്ച് വീട് വായത്താരം പറഞ്ഞിരിക്കണവരാണ് അന്നേ തൊട്ട്. അതുകൊണ്ടാണ് പറയിപ്പിച്ച് പറയാനുള്ളവർ കുറേ പേരുണ്ട് അവരുടെ വെഡ്ഡി കൂട്ടത്തിൽ. എടാ വെഡ്ഡി എന്നിട്ടാണ് ഊള ആക്ടേഴ്സ് പോലെ, ഊള പ്രേംകുമാർ അങ്ങനത്തെ ഉള്ള കുറേ വെഡ്ഡി വിജയിക്കാൻ എനിക്കറിയില്ല പേര്. ഊള ആക്ടേഴ്സ് ഊള അവാർഡ് മേടിച്ചിരിക്കും കുറേ ലെഫ്റ്റ്. അതാണ് ജീവനോട് ദൈവം 2888 ജനിച്ച 26 അവാർഡ്, 1 വർഷത്തെ അവാർഡ് മേടിക്കാനാണ് ഇരിക്കണേ. 1 വർഷത്തെ അവാർഡ്, നോബൽ പീസ് അവാർഡ്. നിങ്ങൾക്ക് അർത്ഥശൂന്യമായ കാര്യങ്ങൾ പറഞ്ഞ് ഇരന്നുകൂട്ടി വാങ്ങരുത്. നിർത്താറായിട്ടില്ലേ? കുമ്മുട്ടി മോഹൻലാൽ കുമ്മുക്കോയും ഈ വെഡ്ഡികൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. അവാർഡുകളൊക്കെ ചതിലടിച്ച് എപ്പോൾ വേണമെങ്കിൽ പോവാം. ആരെ കുറിച്ച് ഓർക്കൂല്ലേ? ഡാന്ന് വിളിച്ചിട്ട് കാര്യമില്ല. മുസ്ലിംസും ജൂയിഷും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. യഹൂദിയർ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് അല്ല, അവർ യഹോവ എന്ന് പറയില്ല. അപ്പോൾ യഹോവ എന്ന് പറയണത് മായും മൂയും മാമുക്കോയും ഇതൊന്നും പറയില്ല. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിയില്ല. യഹോവ എന്ന് പറയുന്നത് പറഞ്ഞില്ല, കന്യകേനെ ആരാധിക്കാൻ പാടില്ല. കന്യകയും എന്നല്ല നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്തേക്കണം. അപ്പോൾ അവർക്ക് അത് 7 മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ആരാധിക്കാൻ പാടില്ല. ഈ ജൂയിഷൊക്കെ അവരെ കാർക്കിച്ച് തുപ്പുന്നത് അങ്ങനെ തന്നെ തുപ്പണം. അപ്പോൾ വെഡ്ഡികളൊക്കെ മുന്നിലല്ല ബോധിപ്പിക്കേണ്ടത്. ഞാൻ ഇപ്പോഴും പറയണു, അവരരുന്ന് കുട്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ പിന്നെ ഊമകളെയാലും മുഖത്ത് സംസാരിക്കാൻ പഠിക്കില്ല ആദ്യം.
സ്വന്തം ശോഷിച്ച അവസ്ഥ, സ്വന്തം ശോഷിച്ചാവ് എടുത്ത് കളയാൻ പഠിക്കാതെ. 26 സമയം യഹോവയുടെ സമയമാണ്. അപ്പോൾ ആ 26 എന്ന 12/2004 00 സമയം വരുന്ന 23 കഴിഞ്ഞിട്ടുള്ള ആ രീതി തന്നെ വന്നേക്കണേ. 26 സമയത്ത് ഒരു സുനാമി, കന്യാകുമാരി. അപ്പോൾ 25 സൂര്യഭഗവാനും ഫേക്ക് ഭഗവാന്റെയും ബർത്ത്ഡേ അല്ല, യേശുവയുടെ ജനനതീയതിക്ക് ഒരു കണക്ഷൻ ഇല്ല. റോമൻസിൻ്റെ പണ്ടാരം പിടിച്ച സൂര്യഭഗവാൻ കൈ മൂക്കും കാലൊക്കെ ഉണ്ട്, അതിന് സൃഷ്ടിക്കാനില്ല. അപ്പോൾ അതല്ല. അപ്പോൾ യഹോവ എന്ന് പറയുന്നത് അതല്ല. യഹോവനെ വേറെ സൃഷ്ടിക്കാൻ വേറെ ആരും ഇല്ല. അപ്പോൾ സൃഷ്ടിനെ ആരാധിക്കാൻ പാടില്ല. അപ്പോൾ ഈ 25/10/25/12 അല്ല യേശുവയുടെ ജനനതീയതി ഒരു ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ കെട്ടിക്കണം, അത് മനസ്സിലാക്കാൻ പഠിക്കും. സുനാമിയൊക്കെ 26 തന്നെ ജീവനുള്ള ദൈവത്തെ സമയത്ത് തന്നെ. ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിച്ച് നടക്കണ, പേര് മാറ്റി അത് നിർത്ത്. വിഡിത്തം പേരിടുന്നതും പേരിടുന്നതും എന്താണ് പറയാ, നിങ്ങളെ പോലത്തെ വെഡ്ഡികളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അതുകൊണ്ട് പറയണം. പേരും ജനന തീയതിയൊക്കെ മാറ്റുന്നത് നിർത്ത്. എൻ്റെ ഫുൾ ആദ്യം തൊട്ട് കറക്റ്റ് ആയിരിക്കും. ഈ വന്ന കാര്യം വിശ്വസിക്കാണ്ട് അല്പവിശ്വാസം കൊണ്ട് നടന്ന നിങ്ങളെങ്ങനെ രക്ഷപ്പെടാനാണ്? വീണ്ടും വരണേ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വരുമോ? വന്നത് വീണ്ടും വന്നുകൊണ്ടിരിക്കുമോ? വന്നു കഴിഞ്ഞ് പോയതും വന്നുകൊണ്ടിരിക്കുമോ? അതാ നിങ്ങൾ വെഡിത്ത് അരുന്ന് കൂട്ടി വാങ്ങിയെടുക്കുകയാണ്. ഇപ്പോഴും അരുന്ന് കൂട്ടി വാങ്ങി നാണം കെട്ടിയിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എളിഞ്ഞ് വളഞ്ഞ് നാണം വാങ്ങരുത്, അരുന്ന് കൂട്ടി വാങ്ങരുത് എന്നല്ല പറയണേ, മാറാൻ ശ്രമിക്കുക. നിങ്ങൾ തൂറിയ മോന്ത പച്ച മലയാളത്തിൽ തന്നെ പറയണേ, അല്ല നിങ്ങളുടെ സിമ്പിൾ ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ. നിങ്ങളുടെ തൂറിയ മോന്ത ഉണ്ടല്ലോ, ആ ഒരു തരം വെഡിത്തം വിശ്വസിച്ച് ഇറങ്ങി ബുദ്ധിയെ കുഴഞ്ഞിരിക്കുകയാണ്, മരവിച്ച് ഉപയോഗിക്കാൻ പറ്റാണ്ട്. അമീബിക്ക് മസ്തിഷ്ക ജ്വരം വന്നു പറഞ്ഞാൽ ആ വെഡ്ഡി ബുദ്ധിനെ ഇല്ലാണ്ടാക്കാൻ. പക്ഷെ കുറച്ച് സ്ഥലത്തെ ഇപ്പോൾ ഉള്ളൂ വ്യാപകമായിട്ടുള്ള, അത് ഭാഗ്യം എല്ലാവരുടെയും. എൻ്റെ കൂടെയും നാശത്തിൻ്റെ എല്ലാം ഇല്ലാണ്ടാവണ രീതിയില്ല. വയസ്സായവർക്ക് കൊറോണ വന്നു, അതെല്ലാത്തിനും പേര് വരികയാണ്, കുഴിച്ചിട്ടു എല്ലാത്തിനെയും. അതൊക്കെ സമയത്തിനുണ്ടായി, വയനാടൊക്കെ ഉണ്ടായ പോലെ. അപ്പോൾ മനസ്സിലാക്ക്, പാതിരികളെ എന്നിട്ടാണ് വിശുദ്ധരെന്ന് വിളിക്കുക. പോയി മേൽശാന്തിയില്ലേ ശബരിമല, അതിന് പോയി പരിശുദ്ധൻ എന്ന് പറയും. എല്ലാ വക വിട്ട് പരിശുദ്ധൻ യേശുവാന്ന് ഇതൊരു ആരും പറഞ്ഞു കേട്ടിട്ടില്ലേ? ജീവനുള്ള ദൈവം മാത്രമേ പരിശുദ്ധനേ ഉള്ളൂ. അതൊരു സിറ്റുവേഷനാണ്, അങ്ങനെ കാണുക. അവിടെ പാതിരികളുടെ ആവശ്യമില്ലാന്ന് പൗലോസിനെ തിരഞ്ഞെടുത്തിട്ട് നന്നായിട്ട് പറയിപ്പിച്ചിട്ടുണ്ട്. പാതിരികളുടെ ആവശ്യമില്ല, നിന്ന് വെറുതെ ചെയ്യരുത്, അത് വെറുതേക്ക് ആരെങ്കിലും ചെയ്യുമോ? അപ്പോൾ ആ വെഡിത്തം. പിന്നെ അപ്പോൾ ഈ വെഡിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വന്ന കാര്യം 888 എന്ന രീതിയിൽ പണ്ട് തൊട്ട് എഴുതി വെച്ചതാണ്. 26 യേശുവയുടെ ചിഹ്നമാണ്, സൈൻ. അപ്പോൾ ആ സൈൻ കാണിക്കണു. അല്ലെങ്കിൽ 26 എന്നുള്ളത് ഇൻ്റർനെറ്റിലില്ലെങ്കിൽ ഇപ്പോൾ വന്നു. 26 എന്നുള്ള യഹോവയുടെ ചിഹ്നമാണ്. കൂട്ടി നോക്കുമ്പോൾ എന്ത് കൂട്ടി നോക്കിയാലും ജനനമാണ്, ഏതാണെങ്കിലും അവരുടെ അക്ഷരങ്ങളുടെ സമയമാണെങ്കിലും വെച്ചാണെങ്കിലും എല്ലാം അതനുസരിച്ച് വരുന്നുണ്ട്, അതനുസരിച്ച് വന്നിട്ടുണ്ട്. ഏത് രീതിയിൽ വേൾഡ് മൊത്തം നടന്നാലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ലേ. അപ്പോൾ നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങും, ഇനിയും ആയിരുന്നു കൂട്ടി വാങ്ങും, അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കണ രീതിയൊക്കെ നോക്കി വെച്ചോ കാണുന്നവർ. അപ്പോൾ ഈ വിഡ്ഢികളും ക്ലീശകളും പറയില്ല. അപ്പോൾ അങ്ങനെയാണോ നിൽക്കണത്? ഞാൻ പറഞ്ഞു ഹിന്ദിയായിട്ടൊരു ബന്ധമില്ല, മലയാളം എൻ്റെ മൊത്തം സംസാരിക്കുള്ളൂ, എൻ്റെ അടിമമ്മി ഹിന്ദിക്കാരല്ല മലയാളികളാണെന്ന് പറഞ്ഞു. അപ്പോൾ വിഡ്ഢിത്തെ അർത്ഥശൂന്യമായ കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീണ്ടും കൂട്ടി വാങ്ങണം. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, മലമേൽ പ്രാർത്ഥിക്കരുത്, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കരുത്, അതങ്ങനത്തെ ഒരു കാലം വരും, അങ്ങനെയാണ് പറയണത്. അപ്പോൾ പള്ളിയിൽ മലമേലും ശബരിമല പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകണം. അതൊക്കെ വെറും പുറമോടി കാണിക്കലാണ്, അതൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെന്താണ് വിശ്വാസമില്ലായ്മ, അല്പവിശ്വാസം. പിന്നെന്താ പറയുക, പിന്നെ ഏത് പള്ളിക്ക് നിങ്ങൾക്ക് പോകേണ്ടത്? പളനി പള്ളിയിൽ പോകണം. പളനി പള്ളിയിൽ പോയേ തീരും. അവിടെ മുട്ട അടിക്കണം, വൃത്തികെട്ട ബ്ലേഡ് കൊണ്ട് മുട്ട അടിച്ച് ഓരോ അസുഖങ്ങൾ കിട്ടി വരും. പിന്നെ വേളാങ്കണ്ണിയിൽ മലയില്ല, അതുകൊണ്ട് പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ നിങ്ങൾ എന്താ പറയുക, ലീഷർ ടൈമിന് ദൂരയാത്രയ്ക്ക് പോയി വല്ല ആസ്വദിക്കാൻ പോവാണോ? പിന്നെ അല്പവിശ്വാസം അത് മാറ്റ്. പിന്നെ എന്താ പറഞ്ഞേ, അല്പവിശ്വാസത്തോണ്ട് ഒരു കാര്യമില്ല. വന്ന കാര്യം വന്നില്ല എന്നും വിശ്വസിക്കാണ്ട് വരണേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദിവസവും പ്രാവശ്യമായിട്ട് വല്ല കാര്യമുണ്ട്. അത് നിങ്ങളുടെ ബുദ്ധി തൂറിയ മോന്ത, ഈ കുഴഞ്ഞ ബുദ്ധി കൊണ്ടിട്ടുള്ള ഈ കണ്ണാടി പോയി നോക്കുക, നിങ്ങൾ തൂറിയ പോലത്തെ മോന്തയാണ്. അത് മാറ്റാൻ പഠിക്കാതെ ആ സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ പറയേണ്ടത്, ഞാൻ നിങ്ങളുടെ മലയാളത്തിൽ തന്നെ പറയണം. അപ്പോൾ ഞാൻ പറയാം,
നിങ്ങൾ വിഡ്ഢിത്തം പറയണ അർത്ഥശൂന്യമായ കാര്യം, കണക്ഷൻ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങളുടെ മലയാളം. അപ്പോൾ പറയണ ലാംഗ്വേജ് കണ്ടറിയില്ല, കണ്ട വായിച്ച നമുക്ക് മനസ്സിലാക്കാത്തവരെ കേട്ടറിയാനാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കും. അപ്പോൾ പിന്നെ ഏതൊക്കെ കാശി പള്ളി, പിന്നെ എന്ത് കുറേ മലയാറ്റൂർ പള്ളി, ഇവിടെ നിന്ന് പോയി പുറമോടി കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ തന്നെ പെടും, ജീവനില്ലാത്തത് ആരാധിച്ചുകൊണ്ടിരുന്ന. അതാ പറയണ ഈ ജീവനില്ലാത്തത് ആരാധിക്കണം, മെറ്റീരിയലിസ്റ്റിക് നേച്ചറിൻ്റെ പരക്കം പറയണ, തത്രപ്പെട്ട വ്യഗ്രത കൊണ്ട് നടക്കണ വിഡ്ഢികളെ കൊണ്ട് എനിക്കെന്താവശ്യം? ഇവരെ ആര് ബോധിപ്പിക്കാൻ നടക്കണു? ഇവരെ പറഞ്ഞത് ഇപ്പം മനസ്സിലാക്കി കേട്ടിട്ടുണ്ട്, എന്നിട്ട് അത് മാറാൻ തയ്യാറല്ല. ഈ ബുദ്ധി ഇല്ലാത്തവരെ കൊണ്ട് ആർക്ക് ആവശ്യം? ബുദ്ധി ഉപയോഗിക്കാൻ പറ്റാത്തവരോട് കൊണ്ട് എന്നെ കൊണ്ട് എന്താവശ്യം? എന്തിനു ഇവരെ കൊണ്ട് ബോധിപ്പിക്കാൻ നടക്കണു? അത് മനസ്സിലാക്കാൻ പഠിക്കേ. അന്ന് തൊട്ടങ്ങനെയാണ്, മുഖത്ത് നോക്കി സംസാരിക്കാറിയില്ല. മുഖത്ത് നോക്കി സംസാരിക്കാൻ വന്നവർ അപ്പം തന്നെ ഓടിപ്പോണം. പെൺകുട്ടികളെ ആൺകുട്ടികളാണ് സംസാരിച്ചെടുത്തപ്പോൾ എന്തോ എൻ്റെ അവരുടെ തന്നെ മിസ്റ്റേക്ക് അവർക്ക് മനസ്സിലായ പോലെ ഒറ്റ ഓടലാണ്, പിന്നെ കാണില്ലേ. അതാ പറയണേ വിവരമില്ലാത്ത പെൺകുട്ടികൾക്ക്, ആൺകുട്ടികളായ അണത്വമില്ലാത്ത പരബോറന്മാരെ വിഡ്ഢികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വിവരം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അതറിയില്ലെങ്കിൽ ഈ വളഞ്ഞ മൂട്ടിന്ന് വിടുന്ന പോലെ വായ കൂടെ വിട്ടിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ അതോ ഗതി തന്നെ കിട്ടാൻ പോണായിരുന്നു, ഊട്ടി വാങ്ങാൻ പോണേ. അത് മനസ്സിലാക്കി വെച്ചോ. അതും വീണ്ടും പറയണു, ദേഷ്യം വരാത്തത് എൻ്റെ ഗുണം. മനസ്സിലായ? കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് മൂക്കുപൊടി വലിച്ച് നടക്കാത്തത് എൻ്റെ ഗുണം. അപ്പം നിങ്ങൾക്ക് വിഡ്ഢിത്തം എന്തെങ്കിലും കയ്യിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാൻ നോക്ക്. മനസ്സിലായേ? മക്കൾക്ക് വരെ വിഡ്ഢിത്തം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയണു, യഹോവയ്ക്ക് വരെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ വിഡ്ഢികളെ ആര് ബോധിപ്പിക്കാൻ നടക്കണു? വന്ന രീതിയിൽ തന്നെ വരും, വന്നു കഴിഞ്ഞു. എന്നിട്ടും നിങ്ങൾ അല്പവിശ്വാസം കൊണ്ട് വരണേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഡ്ഢി ഇനി വരാൻ പോകണില്ല. പിന്നെ വരുമോ? വന്ന കാര്യം വീണ്ടും വന്നുകൊണ്ടിരിക്കുമോ? അപ്പോൾ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയ്യോ അറിഞ്ഞില്ലല്ലോ, വെഡിത്തായി പോയി, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആയിരുന്നു കുട്ടി വാങ്ങും. ഇത് ഞാൻ വളരെ പ്ലസൻ്റായിട്ട് നല്ല ഇതിൽ പറയണേ. അപ്പോൾ ഞാൻ നന്നായിട്ട് പറയുന്നുണ്ട്, ദേഷ്യം വരാത്തത് എൻ്റെ ഗുണം. കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് മൂക്കുപൊടി വലിച്ച് നടക്കാത്തത് എൻ്റെ ഗുണം. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വെഡിത്തുണ്ടാകും, അത് മാറ്റാൻ പഠിക്കും. മാറിയില്ലെങ്കിൽ നിങ്ങൾ പടിയായിരുന്നു കുട്ടി വാങ്ങും. സ്റ്റെപ്പിന്ന് മര്യാദയ്ക്ക് ഇറങ്ങാൻ പറ്റാണ്ട് കുഴിയിൽ ചാടാൻ നിന്ന് കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിന്ന് എല്ലാവരും ചാടിയ പോലെ ആയിരുന്നു കുട്ടി. എന്താ പറയാൻ, തീ കത്തി നശിക്കുക തന്നെ ചെയ്യും. ഞാൻ ഒന്നും വെറുതേക്ക് പറയില്ല. ദേഷ്യം വരാൻ പിന്നോക്കമാണ് യഹോവ എന്ന് പറഞ്ഞു. അത് ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ മനസ്സിലായി, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും ഇതാണ്. പക്ഷെ അരോചകമെന്ന് പറയും, ജീവനില്ലാത്ത തന്നെ ആരാധിച്ച് നടക്കുന്നത്, ജൽപ്പനെ ചെവന്മാരെയും കൊണ്ട് ആരാധിക്കുന്നത്, ജീവനില്ലാത്ത ആരാധിക്കുന്നത്, കന്യകയൊന്നല്ല ഞങ്ങൾക്കൊണ്ട് സാക്രിഫൈസ് ചെയ്താണ്. അത് ധാരിച്ച് അതിന് അരോചകം എന്ന് പറയാം. കിട്ടേണ്ട സമയത്ത് കിട്ടുന്നു, പടിയായിട്ട് കിട്ടും. അപ്പോൾ അതെന്താ ഞാൻ പറഞ്ഞേ, സ്നേഹം കൊടുക്കാം. ഞാൻ വരെ ലവ് ചെയ്യുന്നുണ്ട്, സ്നേഹം കൊടുക്കാൻ ലവ് ചെയ്യുന്നുണ്ട്, സംഭാഷണം ചെയ്യുന്നുണ്ട്, സംഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട്, ലവ് വീഡിയോസ് കാണും. പക്ഷെ അതിലെന്താ ചെയ്യണം? ലവ് വീഡിയോസ് ഷെയർ ചെയ്യും, എന്ത് ചെയ്യും. പക്ഷെ അതിൽ കുറ്റമറിച്ചിലില്ല, ദേഷ്യം വരുത്തണല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് കുറ്റം പറഞ്ഞാലും ഞാൻ നിങ്ങളെ കുറ്റം പറയണല്ലേ. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കുറ്റം പറയുന്നത് ഇങ്ങനെ കുഴിയിൽ ചാടരുതെന്ന് പറയണേ. നിങ്ങൾ അങ്ങനെയാണോ? ദേഷ്യം വന്നിട്ടാണോ പറയണേ? അല്ല, ദേഷ്യം വരാത്തത് എൻ്റെ ഗുണം. ശോഷിച്ച വാക്കുകൾ പറയണല്ലേ. ഞാൻ പറഞ്ഞിട്ട് വേറെ ശോഷിച്ച വാക്കുകളും പെണ്ണന്മാർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗുഡ്കിയും കഴിച്ച് ബീഡിയും വലിച്ച് മൂക്കിപ്പൊടിയും വലിച്ച് ഡ്രഗ് അടിച്ച് കുടിച്ച് മൂക്കുപൊടിയും വലിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് അതുപോലെ നടക്കണല്ലേ. ദേഷ്യം വരണവർ ജീവനില്ലാത്ത ആരാധിച്ച് നടക്കും, വെഡിത്തം മാത്രം ആരാധിക്കും. അപ്പോൾ അതല്ല ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ എന്താ പറയണതിൻ്റെ അർത്ഥം, ലവ് ചെയ്യാം. യേശോ വരെ ലവ് ചെയ്തിരുന്നു, സ്നേഹം കൊടുക്കുമ്പോൾ കാണും, എല്ലാം ചെയ്യും. പക്ഷെ അതിൽ ദേഷ്യം വരില്ല. യഹോവയ്ക്ക് വരെ ദേഷ്യം വരില്ല. യഹോവയ്ക്ക് അരോചക എന്ന് പറയാം. അത് കിട്ടാണ്ട സമയത്ത് കിട്ടുന്നു, ജീവനില്ലാത്ത ആരാധിക്കുന്നത് കണ്ട. ദേഷ്യം വരണത് പിന്നോക്കാണ്. ദേഷ്യം വരുന്നത് പിന്നോക്കം. ദേഷ്യം വരാത്തത് ഒരു ഗുണമാണ്, മുതൽക്കൂട്ടാണ്. യഹോവയ്ക്ക് അത് നന്നായി ബൈബിളിൽ പല സ്ഥലത്ത് എഴുതുന്നത്, യഹോവ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവം, പരിശുദ്ധനായ ദൈവം, ദേഷ്യം വരാൻ പിന്നോക്കമാണ്. അത് മനസ്സിലാക്കാൻ പഠിക്കും. പക്ഷെ കിട്ടേണ്ട സമയത്ത് കിട്ടും. എന്തുകൊണ്ട്? ജീവനില്ലാത്തത് ആരാധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജപവലി ചെൽപ്പനെയും കൊണ്ട് വിഡിത്ത് ആരാധിച്ചുകൊണ്ടിരുന്നാൽ കിട്ടേണ്ട സമയത്ത് കിട്ടുന്നു. അരോചക എന്നാ പറഞ്ഞത്.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കർത്താവായ യേശു എന്ന് പറയണല്ലോ, പരിശുദ്ധനായ കർത്താവായ യേശു എന്ന് പറയണല്ലേ, പരിശുദ്ധനായ യേശു എന്ന് പറയണല്ലേ, പരിശുദ്ധനായ ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദൈവത്തിന് വക വയ്ക്കണല്ലേ, യേശുവിന് വക വയ്ക്കണല്ലേ, പാതിരികളെ പരിശുദ്ധന്മാർ, കന്യകമാരെയും കന്യാസ്ത്രീകൾ പരിശുദ്ധന്മാരാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഇതിനേക്കാളും വേറെ വിഡിത്തണ്ട. അത് മനസ്സിലാക്ക്. യേശുവിനെ പരിശുദ്ധം വിളിക്കണല്ലേ, കർത്താവായ യേശു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ശോചനീയമായ അവസ്ഥ, നിങ്ങളുടെ അവസ്ഥ പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങളുടെ പരാജയം സുനിശ്ചിതം എന്ന് പറയണേ. കിട്ടുന്ന സമയത്ത് കിട്ടും. നീ മുഖത്ത് നോക്കി സംസാരിക്കാത്തത് എനിക്കൊന്നും കൊള്ളണില്ലേ? നീ കൊള്ളാത്തോളം നിങ്ങൾ കൊള്ളുന്നില്ലേ? അതപ്പോൾ കൊള്ളണില്ല എന്നുള്ളത് മീനിങ് എന്താ? നിങ്ങളെ തന്നെ പരാജയപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് നടക്കും. പറയും, ഞാൻ വേറത്തേക്ക് പറയില്ല. അപ്പം ഓർത്ത് വെച്ചോ. നിങ്ങളെ കളവ് ചെയ്ത കള്ളനെയും ഗാണ്ടുവിനെയും പിന്നെ ഗാണ്ടു ചെയ്ത് നടക്കണ വെഡ്ഡികളെ നിങ്ങൾ അങ്ങനെ വിളിക്കണല്ലേ, ടെററിസ്റ്റിനെ നിങ്ങൾ അങ്ങനെ വിളിക്കണല്ലേ, ഗാണ്ടെന്ന് വിളിക്കണം. അപ്പം എന്താ അർത്ഥം അറിയാം? നിങ്ങൾ ചെകുത്താൻ വെഡ്ഡികളെല്ലാം ഒരുമിച്ച് കെട്ടി പരാജയപ്പെടാൻ സുനിശ്ചിതമായിരിക്കുകയാണ്. മുഖത്ത് നോക്കി സംസാരിക്കണല്ലേ എന്ന് അവിടെ എവിടെയും പറഞ്ഞത് എനിക്ക് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ദേഷ്യം വരില്ലേ? ദേഷ്യം നിങ്ങൾക്ക് ആശ്രയിക്കേണ്ട കുടിച്ച് നടന്നേനെ, ഡ്രഗ് അടിച്ച് കൊട്ടിയും കഴിച്ച് ബീഡിയും വലിച്ച് സിഗരറ്റും വലിച്ച് മൂക്കിപ്പൊടിയും വലിച്ച് എന്നിട്ട് കുടിച്ച് നടന്നേനെ. പക്ഷേ ദേഷ്യം വരാത്തത് എൻ്റെ ഗുണം. കുടിച്ചും ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കാത്തത് എൻ്റെ ഗുണം.